കുറച്ച് സൂര്യഗ്രഹണ ചിന്തകളായാലോ. ഇത് പച്ചിലയാണ്. പച്ചിലയിൽ നല്ല ഫ്രഷായിട്ടിരിക്കുക. ഇതിനകത്ത് സൂര്യൻ്റെ എല്ലാ ഊർജവും തയ്യാറായിരിക്കുക. ആ ചെടി തയ്യാറാക്കി വെച്ചേക്കുക. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തിനെ പിടിച്ചെടുത്ത് കണ്ട പച്ചില നല്ല ഇത്. അപ്പോൾ ഇതിനകത്ത് നിരവധി ഊർജ്ജമാണുള്ളത്. ഊർജത്തിൻ്റെ അതിപ്രസരമാണ് ഉള്ളത്. അതേസമയം ഇത് നോക്ക്, പകുതി ഉണങ്ങിയത്. ഇതിനകത്ത് പകുതി ഊർജ്ജം മാത്രമേ ഉള്ളൂ. ബാക്കി മൂലകങ്ങൾ എല്ലാം ബാഷ്പമായിട്ട് അങ്ങ് പോവും, അന്തരീക്ഷത്തിലേക്ക് പോവുക. അപ്പോൾ ഇതിന് ശക്തി കുറവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതാണ്. ഈ ഉണങ്ങിയതിന് വളരെ കുറച്ച് മൂലകങ്ങൾ മെറ്റലിനെ പോലെയുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഉണങ്ങിയതിനകത്ത് കാണത്തുള്ളൂ. എന്നാലും മനുഷ്യന് വേണ്ടുന്നത് ആഹാരമായിട്ട് നല്ല ഫ്രഷായിട്ടുള്ളതൊക്കെ കഴിക്കുമ്പോൾ സൂര്യൻ്റെ ഊർജ്ജം നമുക്ക് തരിക. എല്ലാ ജോലി ചെയ്യുന്നതിനും ജീവൻ നിലനിർത്തുന്നതിനും ഈ സൂര്യൻ്റെ ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റായിട്ട് നമുക്കിതൊക്കെ കിട്ടും. കണ്ടോ, ഇതിനകത്ത് സൂര്യൻ്റെ ഊർജ്ജം കുറവായിരിക്കും. ഇത് വളരെ കുറവായിരിക്കും. ബാഷ്പമായിട്ട് സൂര്യനിലേക്ക് തന്നെ തിരിച്ചു പോവുക. അതിനകത്തു നിന്നുള്ള ഊർജ്ജം, ഇതിനകത്ത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം പിടിച്ചെടുത്ത് വെച്ചിരിക്കുക. ഇതുപോലെയാണ് ഓരോ വിഗ്രഹങ്ങളും പല രീതിയിലാണ്. സൂര്യൻ്റെ ഊർജ്ജം സ്പേസിൽ നിന്നുള്ള കോസ്മിക് സ്പേസിൽ നിന്നുള്ള അനേക നക്ഷത്രങ്ങളുടെയൊക്കെ ഊർജ്ജം സൂര്യനെ പോലെയുള്ള ഒക്കെ ഊർജ്ജത്തിനെ സ്വീകരിച്ച് നമുക്ക് തരുവാനുള്ള ശക്തി ഓരോന്നും ഓരോ രീതിയിലാണ്. അപ്പം നിങ്ങൾ സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ ആലോചിക്കൂ. ഒന്ന് ആലോചിച്ചാൽ മതി, എല്ലാത്തിനും ആൻസർ കിട്ടും. പണ്ട് കർഷകർ പച്ചിലയായിരുന്നു ചെടികൾക്കൊക്കെ ഇട്ടിരുന്നത്. നല്ല അടിയിലിട്ടിട്ട് തടമൊക്കെ എടുത്തിട്ട് പച്ചിലയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മണ്ണിട്ട് വെക്കും. പെട്ടെന്ന് ബാഷ്പമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ജലത്തിൽ കലക്കിയൊക്കെ ഒഴിക്കാം. അപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഭീഷ്മ പിതാമഹൻ ഉത്തരായനവും കാത്തു കിടന്നിരുന്നു. തൻ്റെ ആത്മാവെന്ന് പറയുന്ന ഊർജം, ആത്മാവിൻ്റെ ഊർജം അങ്ങ് കടന്ന് പോകുന്നതിന് വേണ്ടിയാണ്. കണ്ട, ആത്മാവെന്ന് പറയുന്നത് ഊർജ്ജമാണ്, എനർജിയാണ്. ഇതൊക്കെ ഊർജ്ജത്തിനെ കണ്ടെത്താൻ നമുക്ക് ആധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. മത്സ്യബന്ധന ഭാഗത്ത് നിൽക്കുക. എന്തൊക്കെയോ ഉപകരണങ്ങൾ കായലിൽ, പരവൂർ പൊഴിക്കര കായലിൽ, പരവൂര് കാണുക.